വഴിക്കടവ് ബംഗളൂരു രാത്രികാല യാത്രക്കിടെ മദ്യപിച്ച് ബോധം കെട്ട് ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ 5 മണിക്കൂറോളമാണ് രാത്രിയിൽ യാത്രക്കാർ വഴിയിൽ കുടുങ്ങിയത്. തിരുനെല്ലിയിൽ എത്തിയത് ഡ്രൈവർ ഛർദ്ദിച്ച് ബോധം കെട്ടതായ ആരോപണമുണ്ട്. താൽക്കാലിക ഡ്രൈവർ ആയിരുന്നുവെന്നും പോലീസ് വിളിച്ചപ്പോഴാണ് വിവരം അറിഞ്ഞതെന്നും ട്രാവൽ ഏജൻസിയുടെ വിശദീകരണമുണ്ട്. ശാന്തകുമാർ വെള്ളാലത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശാന്തകുമാർ, എന്ത് തോന്നിയവാസമാണത്? തീർച്ചയായും പിന്നിൽ അത് തന്നെയാണ്. കഴിഞ്ഞ ആഗസ്റ്റ് 31 രാത്രി വഴിക്കടവിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോയ ഈ ടൂറിസ്റ്റ് ബസ്സിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. ബസ്സിലെ ഡ്രൈവർ മദ്യപിച്ച് ബസ്സിനകത്ത് ഛർദ്ദിക്കുന്നു. തുടർന്ന് ബോധം കെട്ട് ഡ്രൈവിംഗ് സീറ്റിൽ കടക്കുന്നു. 40-ലധികം യാത്രക്കാർ ഈ സമയത്ത് ബാംഗ്ലൂരിലേക്കുള്ള യാത്രക്കാർ ആ ബസ്സിലുണ്ടായിരുന്നു. ഉടൻ തന്നെ ഇവർ ഈ സമയത്ത് ഈ ബസ് സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് എത്തിയിരുന്നു. ശാന്തകുമാർ, ആ ഓഡിയോയിൽ ഒരു തകരാറുണ്ട്. അത് പരിഹരിച്ച ശേഷം ശാന്തകുമാറിലേക്ക് മടങ്ങിയെത്താം. പോലീസ് എത്തി ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. വഴിക്കടവ് ബംഗളൂരു രാത്രികാല യാത്രക്കിടെയാണ് മദ്യപിച്ച് ബോധം കെട്ട് ടൂറിസ്റ്റ് ബസ് ഡ്രൈവർ വലിയ അപകട സാധ്യത ഉണ്ടാക്കുകയും യാത്രക്കാരെ 5 മണിക്കൂറോളം വഴിയിൽ കുടുക്കുകയും ചെയ്തിട്ടുള്ളത്. പരാതി ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ശാന്തകുമാറാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്.